അങ്ങ് പറയുകയാണ് എന്തെങ്കിലും പിഴവുണ്ട് എങ്കിൽ അത് പരിഹരിക്കുമെന്ന്. ഒന്നാമതായി പിഴവുണ്ടായാൽ പരിഹരിക്കുകയല്ല വേണ്ടത്, പിഴവില്ലാതെ പൂർത്തീകരിക്കുകയാണ് വേണ്ടത് എന്ന മുഖ്യോദ്ദേശത്തിലേക്കല്ലേ ഒരു സർക്കാർ വളർന്ന് വികസിക്കേണ്ടത്. അതല്ലാതെ എവിടെയെങ്കിലും ചെയ്യുക, എന്നിട്ട് പിഴവുണ്ടാവുക, അങ്ങനെ പിഴവുണ്ടായാൽ അത് പരിഹരിക്കും. അപ്പോൾ പിഴവിനെയാണ് സ്വാഭാവികതയായി കാണുന്നത്. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. പിഴവില്ലാത്ത കുറ്റമറ്റ പ്രവർത്തനം, അതിൻ്റെ പൂർത്തീകരണം, അതാണ് സ്വാഭാവികതയാകേണ്ടത്. അല്ല, ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ കൂരിയാട്, തലപ്പാറ, മാലാപ്പറമ്പ്, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ്, ഇങ്ങനെ ഇതിൻ്റെ എണ്ണം കൂടി വരികയാണ്. പിന്നെ ഇവിടെ ജിൻഡോ പറഞ്ഞ കൂളിമാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇനി അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളടക്കം, ഇപ്പം ഈ പറയുന്ന കൂരിയാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ KPA മജീദ് പറയുകയുണ്ടായി, അദ്ദേഹം അടക്കം ആ ഘട്ടത്തിൽ ഈ NHAയുടെ ഈ പ്രവർത്തനങ്ങളിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ, അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഓരോ കോൺട്രാക്ടർമാർക്ക് ഓരോന്ന് കൊടുത്ത് അവർ തോന്നിയതുപോലെ ചെയ്തു പോകുന്ന ഒരു തട്ടിപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട് എങ്കിൽ ആ പിഴവും തിരുത്തി പോകേണ്ടത് തന്നെയാണ്. അല്ല, ഇവിടെ ദേശീയപാത ഒക്കെ എത്ര ശാസ്ത്രീയ പഠനത്തോടെ, കൃത്യമായിട്ടുള്ള അവലോകനത്തോടെ, ഏറ്റവും രാജ്യത്തെ തന്നെ എക്സ്പെർട്ടുകൾ നടത്തുന്ന പണിയാണ്. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ ആവർത്തിക്കാതെ അത് ബന്ധപ്പെട്ട അതോറിറ്റി ചർച്ച ചെയ്ത് കൃത്യമായിട്ട് പരിഹരിക്കും. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു ബഹുമാനപ്പെട്ട പ്രതിനിധി ആദ്യം ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ടു, എങ്ങ് സടകുടഞ്ഞ് എഴുന്നേക്കാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളും പോക്കാണ്. ശ്രീ CR നീലകണ്ഠൻ വിഴിഞ്ഞം പോക്കാണ്, അപ്പുറത്തെ വികസനം പോക്കാണ്, എല്ലാം പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹമൊക്കെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെ അദ്ദേഹം പിന്തുണച്ചതൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ എല്ലാത്തിനും എതിരാണ്. പക്ഷെ നിങ്ങളെ കൂട്ടുള്ളവർ നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച് സമരം നടത്തി, വയൽക്കിളികളുടെ സമരം നടത്തി, കിഴാറ്റൂർ സമരം നടത്തി, എത്രയോ സമരം നടത്തി. ആ വയൽക്കിളിയൊക്കെ പറന്നുപോയില്ലേ? ആ സമരത്തിന് മുന്നിൽ നിന്നവർ ദേശീയപാതയിലൂടെ അങ്ങ് പോവുക. താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ ആ തലശ്ശേരിയിൽ നിന്ന് മാഹിക്കുള്ള ദേശീയപാതയിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. എത്ര മനോഹരമായി പണി പൂർത്തീകരിച്ചു വന്നു. പാകപ്പിഴയുണ്ടോ? അതിന്റെ സാങ്കേതിക വിദഗ്ധർ കൃത്യമായി ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് അതാണ് മറുപടി.